നമസ്കാരം. ഞാൻ ഡോക്ടർ വർഗീസ് കായൽവാരത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. കായൽവാരത്ത് ആയുർവേദ ഹോസ്പിറ്റൽ വളരെ പ്രാധാന്യത്തോടു തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചാണ്. സമീപഭാവിയിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു വിഷയമാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. ഈ മുൻകാലങ്ങളിൽ വളരെ പ്രായമുള്ളവരിൽ 60 വയസ്സോ 70 വയസ്സിന് ശേഷം മാത്രം കണ്ടുവന്നിരുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നെങ്കിൽ ഇന്ന് പാർക്കിൻസൺസ് രോഗം വളരെ വൈഡായിട്ട് ഏകദേശം 45 വയസ്സ് കഴിയുന്നിടം തൊട്ട് തന്നെ പല കേസുകളിലും കണ്ടുവരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പാർക്കിൻസൺസ് രോഗം വിറയൽ രോഗം എന്നാണ്, അല്ലെങ്കിൽ കമ്പവാതം എന്നുള്ള തരത്തിലാണ് ആയുർവേദം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കമ്പവാതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വിറയൽ മാത്രമല്ലാതെ ഒട്ടനവധി സിംറ്റംസും പാർക്കിൻസൺസ് രോഗത്തിന് ഉണ്ട്. അതായത് പ്രധാനമായിട്ടും ഇതിനെ അറിയപ്പെടുന്ന കാര്യങ്ങൾ അത് വളരെ സ്ലോ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് മൂവ്മെൻറ്റ്, ഇംബാലൻസ് ഇഷ്യൂസ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്. പാർക്കിൻസൺസ് രോഗം ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ്. ന്യൂറോ ഡീജനറേറ്റീവ് എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ സെൽസിനുണ്ടാകുന്ന ഡീജനറേഷൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ പറയുന്ന പോലെ വിറയൽ രോഗം, അതായത് നമ്മുടെ കൈകാലുകൾക്കുണ്ടാകുന്ന വിറയൽ, ഇത് മാത്രമാണ് പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ മറ്റ് പല ലക്ഷണങ്ങളും പാർക്കിൻസൺസ് രോഗത്തിന് ഉണ്ട്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത് പോലെ തന്നെ കൈയുടെ വിറയലാണ്. അതൊരു ഏറ്റവും പ്രധാനമായിട്ട് പിൽ റോളിംഗ് സിൻഡ്രോം എന്ന് പറയും. അതായത് കയ്യിൽ ഒരു ചെറിയ ഗുളിക, ഒരു പിൽസ് ഉരുട്ടുന്ന പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിറയൽ. ഇതുകൂടാതെ തന്നെ ഒരു ഇംബാലൻസ് ഇഷ്യൂ, പലപ്പോഴും പേഷ്യൻ്റ് മുൻപിലേക്ക് അല്പം ഡ്രൂപ്പ് ചെയ്ത് നടക്കുന്ന ഒരു തരത്തിലാണ്. അപ്പോൾ തന്നെ മുമ്പോട്ടേക്ക് മറിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു കോർഡിനേഷൻ, ഒരാൾ പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് തിരിയുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ഫേസ് മാസ്കിങ് ഒരു ലക്ഷണം. പെട്ടെന്ന് നമ്മൾ തിരക്ക് പിടിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മളൊരു ചെരുപ്പിടാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ കാൽ വിരലുകൾ ആ ചെരുപ്പിൻ്റെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ പലപ്പോഴും വരുന്ന ഒരു കാരണം കാണുന്നുണ്ട്. ഈ രോഗത്തിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങളുടെ പടിപടിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. പലപ്പോഴും പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് പറയുന്നത് അത് തുടക്കത്തിൽ വളരെ മൈൽഡായിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ഒരു കൺഫ്യൂഷൻ പോലുള്ള ലക്ഷണങ്ങളായിരിക്കും ആദ്യം കണ്ടുവരുന്നത്. പിന്നീട് പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് പാർക്കിൻസൺസ് രോഗിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിനകത്ത് ഈ സിംറ്റംസിൽ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ളൊരു ആക്ഷൻ ചെയ്യാൻ പലപ്പോഴും പേഷ്യൻറ്റിനെ കൊണ്ട് സാധിക്കാതെ വരുന്നു. അതിന് ഒരു ഉദാഹരണമാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ ബ്രെയിൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ ആക്ഷൻ ചിലപ്പോൾ സ്ലോയിൽ ആയി പോകാൻ സാധ്യതയുണ്ട്. അവരുടെ മനസ്സിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻസ് ആയിരിക്കത്തില്ല പലപ്പോഴും പുറത്ത് വരുന്നത്. ചിലപ്പോൾ ഒരു സന്തോഷം വരുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനോ അതോ ചിരിയും കരച്ചിലും കൂടെ ചേർന്ന ഒരു മുഖഭാവം ചില ആൾക്കാരിൽ വരാനുണ്ട്. ഈ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ്. പലപ്പോഴും പലരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നൊക്കെ പോകാനൊക്കെ അവർ കാണുന്ന ഒരു വളരെ സൈലൻ്റായിട്ട് ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ് മാറിയിരിക്കുക, ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ അഡ്വാൻസ് സ്റ്റേജിൽ കണ്ടുവരാറുണ്ട്. ആൾക്കാർക്ക് ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെയുള്ള ഒരവസ്ഥ. ഈ ഡിപ്രഷൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ അതിൽ നിന്ന് മാറ്റി അവരെ ആക്റ്റീവായിട്ട് നിർത്തുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും അതുപോലെ ഫിസിക്കൽ ഹെൽത്തിനെയും ഡെഫിനറ്റ്ലി അതിൻ്റെ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് അറ്റ്ലീസ്റ്റ് അത് ഡൗൺഫോളിലേക്ക് പോവാതെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെ ചെറിയ പ്രായത്തിലും, അതായത് 45-50 വയസ്സ് തൊട്ട് തന്നെ ചില ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് പറയാനായിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഓവറായിട്ടുള്ള ആങ്സൈറ്റി, ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്സ് ഉള്ളൊരു ജോലികൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫ്യൂംസ് പോലുള്ളൊരു കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, അതിനുള്ള സാധ്യതകളുള്ള അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നു. പല കേസുകളിലും പേഷ്യൻ്റ് വളരെയധികം വിറയലോടുകൂടി അവർ നടക്കുകയോ അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ അവർ കോൺസെൻട്രേറ്റ് ചെയ്തൊരു സംഭവത്തിലേക്ക് ചെയ്യാനോ എടുക്കാനോ പോകുമ്പം
പലപ്പോഴും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത നോർമൽ ട്രെമർ എന്ന് പറയും. ചിലപ്പം പാരമ്പര്യമായിട്ട് ട്രെമർ ഉള്ള സംസാരത്തിൽ ആൾക്കാരെ ഉണ്ടല്ലോ, സംസാരിക്കുമ്പോൾ വിക്കി സംസാരിക്കുന്നത്, ആ തരത്തിലുള്ളതും അല്ലെങ്കിൽ ഒരു ചായയുടെ കപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയലും പാർക്കിൻസൺസിൻ്റെ വിറയലും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ഈ നോർമൽ ജനറൽ ട്രെമർ എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ എടുക്കാനായിട്ടോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിന് അത് വളരെ റിസ്ക്കായിട്ടുള്ളൊരു വിറയലിലേക്ക് പോകും. പക്ഷേ പാർക്കിൻസൺസിൻ്റെ പേഷ്യൻ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ മൊമെൻറ്റിൽ അവരുടെ വിറയൽ ചില കേസുകൾ കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ജനറൽ ട്രെമറിൽ വരുന്നൊരു കേസാണെങ്കിൽ അവർ ചായ കുടിക്കാൻ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവരുടെ കൈ വിറയ്ക്കുകയും തുളുമ്പി പോകാനുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. എന്നാൽ പാർക്കിൻസൺ ആണെങ്കിൽ അവർ ഗ്ലാസ് എടുക്കുന്നിടം വരെ വിറച്ചുകൊണ്ടിരിക്കും. പക്ഷേ എടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദേ ആർ ഏബിൾ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ആ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് വന്നെത്താൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പേഷ്യൻറ്റിനെ എപ്പോഴും ആക്റ്റീവാക്കി നിർത്താനായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഒരു ശരിയായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ടാവണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന പല പേഷ്യൻസും ഇതിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ അവരെ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേഷ്യൻ്റ് സിറ്റുവേഷൻസ് വളരെ വേഴ്സായി പോകുന്നതായിട്ട് കാണുന്നത്. പക്ഷേ പാർക്കിൻസൺസ് രോഗമുള്ളവരും പല ആൾക്കാരെ കാണാൻ അല്ലെങ്കിൽ അവർ പൊതുസമൂഹത്തിൽ പോകാൻ മടി കാണിക്കാതെ അവർ എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സിംറ്റംസ് ഈ ഡീജനറേറ്റീവ് ഡിസീസ് എന്നാണല്ലോ ഇതിനെ പറയുന്നത്. ഡീജനറേഷൻ്റെ ആ ഒരു സ്റ്റേജിനെ നമുക്ക് ഒരുപാട് പിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ തന്നെ ഇത് സ്ലോലി പ്രോഗ്രസീവുമാണ്. എന്താണ് സ്ലോലി പ്രോഗ്രസീവ്? സ്ലോലി പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ചെറിയ സിംറ്റംസ് കണ്ട് നമ്മളിപ്പോൾ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ചെറിയ ചെറിയ സിംറ്റംസ്, ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും കൂടി വരുന്ന, പലപ്പോഴും ഒരു പബ്ലിക് അപ്പിയറൻസിലേക്കൊക്കെ വരുന്ന പല ആൾക്കാർക്കും ചെയ്യുന്ന ഹൈ ഡോസ് മെഡിക്കേഷൻ തുടക്കത്തിൽ തന്നെ കഴിച്ച് ഇതിൻ്റെ ആ ഒരു പ്രോഗ്രഷനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മരുന്നുകളുടെ ഡോസേജ് പടിപടിയായിട്ട് അളവ് കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരവസ്ഥാവിശേഷം ഇതിന് ഉണ്ടാവും. അതായത് ഇപ്പോൾ ആയുർവേദത്തിൽ വളരെ വാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ധനധാനാദി കഷായം, അതല്ലെങ്കിൽ പാൾസി ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസൊക്കെ ഉണ്ട്. ഈ മെഡിസിൻസൊക്കെ ആദ്യത്തെ സമയത്ത് കഴിക്കുന്ന ഡോസിൽ നിന്ന് പിന്നീട് നമ്മൾ ഡോസേജ് വർദ്ധിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് ഓരോ വർഷം തോറും നമ്മളൊരു ഇവാലുവേഷൻ ബിറ്റ്വീൻ ഇയർ ടു ഇയർ ഇവാലുവേഷൻ, അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഇവാലുവേഷനിൽ ഇയർ ടു ഇയർ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 2 വർഷം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടായ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സിംറ്റംസ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ബുദ്ധിമുട്ടുകൾ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഓരോ പ്രാവശ്യം കണ്ടുവരാറുണ്ട്. ഹൗ ക്യാൻ വി മാനേജ് എ പാർക്കിൻസൺസ് ഡിസീസ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു പാർക്കിൻസൺസ് രോഗിയെ മാനേജ് ചെയ്യാം എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിൽ നിന്നുള്ള അവരുടെ ഒരു സപ്പോർട്ട് വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചികിത്സയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എക്സസൈസ്, അതുപോലെ തന്നെ മരുന്നുകൾ, ഇവർക്കൊക്കെ അതുപോലെ തന്നെ ന്യൂട്രീഷൻ, ഇതിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സസൈസ്, അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ട്, മെഡിസിൻസ് കൊണ്ടുള്ള സപ്പോർട്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ആദ്യത്തെ ഭാഗത്ത് വരുന്ന എക്സസൈസിനോടൊപ്പം നമ്മൾ ഫിസിയോതെറാപ്പി ഡോക്ടേഴ്സ് പറയുന്ന എക്സസൈസുകൾ ഡെയിലി ബേസിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. ഞവരക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പിഴിച്ചിൽ, ഞവരക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ബ്രഹ്മി, സാരസ്വതാരിഷ്ടം, അല്ലെ സാരസ്വത ഘൃതം പോലുള്ള കാര്യങ്ങൾ അത് കൊടുക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കാൻ പാടുള്ളൂ. കാര്യം മറ്റ് പല ഹെൽത്ത് ഇഷ്യൂസിനെ, ഇപ്പം കൊളസ്ട്രോൾ അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ്, ഇതിനെയൊക്കെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കാൻ കഴിയുള്ളൂ. എങ്കിലും ബ്രഹ്മി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഇത് വളരെ സപ്പോർട്ടീവായിട്ട് ഇതിന് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് സാധാരണഗതിയിൽ 14 ദിവസം, 24, 21 ദിവസം, അതായത് 2 ആഴ്ച, 3 ആഴ്ച അങ്ങനെയൊക്കെ വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടി വരുന്നത്.
അതിന് ബേസിക്കലി എക്സസൈസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഏവർക്കും അറിയാവുന്നതുപോലെ ഈ പാർക്കിൻസൺസ് രോഗം കംപ്ലീറ്റ്ലി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതല്ലെങ്കിലും അതിന് ശരിയായിട്ടുള്ള ഈ തരത്തിലുള്ള ചികിത്സ, ആയുർവേദ ചികിത്സ കൊണ്ട് ഏവർക്കും അറിയാവുന്നതുപോലെ പാർക്കിൻസൺസ് രോഗം കംപ്ലീറ്റ്ലി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതല്ലെങ്കിലും കൃത്യമായ ആയുർവേദ ചികിത്സയിലൂടെ തന്നെ അതിനെ നല്ലൊരു ഫലപ്രാപ്തിയിലെത്തിക്കുവാനും ആ വ്യക്തിക്ക് ദൈനംദിനമായ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യത്തക്ക തരത്തിൽ അവരെ സഹായിക്കത്തക്ക രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് കൊണ്ട് നല്ലൊരു ജീവിത നിലവാരം ഉയർത്തുവാൻ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കുന്നതാണ്.